വീണ്ടും ഒരു മണ്ഡലകാലം എത്തുമ്പോൾ അതും അയ്യപ്പ ഭക്തരോടുള്ള അവഗണനയ്ക്കുള്ള അവരെ ചൂഷണം ചെയ്യാനുള്ള ഒരു അവസരമായി കണ്ട് എല്ലാവിധ അവഗണനയുമാണ് ഈ അയ്യപ്പ ഭക്തരോട് നേരിടേണ്ടി വരുന്നത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇനി ഏതാണ്ട് 8 ദിവസം മാത്രമാണ് നട തുറപ്പിനായുള്ളത്. ഈ സാഹചര്യത്തിലും ഇടത്താവളങ്ങളിലാവട്ടെ മറ്റ് സന്നിധാനത്തടക്കം വലിയ രീതിയിലുള്ള അസൗകര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി ഉയരുമ്പോഴും അവിടെ അവഗണന തന്നെയാണ് തുടരുന്നത്. ഈ ഒരു വിഷയത്തിൽ എന്താണ് BJPയുടെ നിലപാടെന്ന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ എസ് സുരേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഏത് രീതിയിലാണ് ഈ അയ്യപ്പ ഭക്തരോട് ഓരോ മണ്ഡലകാലത്തും ഉണ്ടാകുന്ന ഈ അവഗണനയെ കാണുന്നത്? ഇത് ശബരിമലയെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ആചാരങ്ങളെയും നശിപ്പിക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് അതോടൊപ്പം തന്നെ ചില തീവ്രവാദ ശക്തികളുടെ വർഗീയ തീവ്രവാദ ശക്തികളുടെയും അജണ്ടയാണ് പിണറായി വിജയൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടത് 2018-19 കാലഘട്ടത്തിൽ ശബരിമലയുടെ ആചാര ലംഘനത്തിനായിട്ട് പിണറായി വിജയൻ നടത്തിയ പരിശ്രമം, ഒരു ഭരണകൂട ഗൂഢാലോചന ശബരിമലയെ തകർക്കാനായിട്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ നമ്മൾ അതിജീവിച്ചു. ആ അതിജീവിച്ചതിന് ശേഷവും പല പേരുകളിൽ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ള അതിഗുരുതരവും അതോടൊപ്പം തന്നെ അതിഭീകരവുമായിട്ടുള്ള ഗൂഢാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതും അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, അസിസ്റ്റൻ്റ് കമ്മീഷണർമാർ, ഇപ്പോൾ തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോലീസിൻ്റെ അറസ്റ്റിന് വിധേയമായിരിക്കുന്നു. മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർ, പഴയ പ്രസിഡൻ്റായിട്ടുള്ള വാസുവും അതോടൊപ്പം തന്നെ പത്മകുമാറും ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് പ്രശാന്തും, പഴയ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വാസവനും ഒക്കെ ഇതിൽ പങ്കാളിയാണ്. ഇത് പിണറായി വിജയൻ അറിയാതെ അവിടെ കൊള്ള നടക്കില്ല, മന്ത്രിമാരറിയാതെ അവിടെ കൊള്ള നടക്കില്ല. ഇത് കേവലം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം കൊള്ളയടിക്കാൻ പറ്റുന്നതല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ വാസു പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വാസുവിലേക്ക് ഇവിടുത്തെ കൊള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ നിർബന്ധിതമായിരിക്കുന്നൊരു സാഹചര്യമാണ്. ഈ സാഹചര്യം കാണിക്കുന്നത് വാസുവിലേക്കല്ല, സാക്ഷാൽ പിണറായി വിജയനിലേക്ക് ഈ കൊള്ളയുടെ അംശമുണ്ട് എന്നാണ് വാസുവിലേക്ക് എത്തുന്നതിലൂടെ ബോധ്യമാവുന്നത്. അതുകൊണ്ട് ഇത് കേവലം വാസുവല്ല, ഇത് സാക്ഷാൽ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ AKG സെൻറ്ററിനും ഇവിടുത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച ഈ ദേവസ്വം കൊള്ളയിൽ പങ്കുണ്ട് എന്നാണ് ഈ കേരളത്തിന് ഇതിലൂടെ ബോധ്യമാവുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അന്ന് ശബരിമലയിൽ ആചാരലംഘനം നടത്തുന്നതിന് വേണ്ടി വാസുവിൻ്റെ ഒരു അടുത്ത ബന്ധുവിനെയാണ് അവിടെ ആചാരലംഘനത്തിന് വേണ്ടി പോലീസ് ഓഫീസറായിട്ട് ഈ പിണറായി വിജയൻ നിയോഗിച്ചത്. അപ്പോൾ ഈ വാസു എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു കൊള്ളക്കാരനാണ്. അപ്പോൾ ആ കൊള്ള മുതൽ സ്വാഭാവികമായിട്ടും പിണറായി വിജയനിലേക്കും എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് BJP ആദ്യ കാലഘട്ടം മുതൽ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് SIT അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല. ഹൈക്കോടതിയാണ് SIT അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ SIT അന്വേഷിക്കുന്നത് ആരെ? പിണറായി വിജയൻ്റെ കൊള്ളയെക്കുറിച്ച് പിണറായി വിജയൻ്റെ അധീനതയിലുള്ള പോലീസിന് എങ്ങനെയാണ് അന്വേഷിക്കാൻ സാധിക്കുക? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മന്ത്രിമാരും അടങ്ങുന്ന തന്ത്രിമാരും അല്ലല്ലോ, ഇത് മന്ത്രിമാരുടെ കൊള്ളയാണ്. അപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെ നടത്തിയ കൊള്ളയെ സംബന്ധിച്ചും CPM ലീഡേഴ്സ് നടത്തിയ വെട്ടിപ്പിനെ സംബന്ധിച്ചും എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു SITക്ക് അന്വേഷിക്കാൻ സാധിക്കുക? അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. മാത്രമല്ല ഇത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്, അതൊരു ഇൻ്റർ സ്റ്റേറ്റ് വിഷയമാണ്. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് വിഷയം എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് സ്റ്റേറ്റിന് പുറത്തുള്ള ഏജൻസികളും കൂടി അന്വേഷിക്കേണ്ടതാണ്. അത് സ്വാഭാവികമായിട്ട് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത്. 2, മൂന്നാമതായിട്ട് ശബരിമലയും ഹിന്ദു വിശ്വാസങ്ങളെയും തകർക്കുന്നതിന് വേണ്ടി ജമായത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയൊക്കെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള ചില ഗൂഢാലോചനകൾ, അതിൽ CPMും കോൺഗ്രസും ഒക്കെ പങ്കാളിയുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസി വേണമെന്ന് BJP ആവശ്യപ്പെടുന്നു. അത് ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൂ. ഈ കൊള്ളയെല്ലാം നടക്കുമ്പോൾ തന്നെ
ഈ ഭക്തരോടുള്ള അവഗണന, അവർക്ക് അടിസ്ഥാന സൗകര്യം പോലും ലഭ്യമാക്കാതെ ഈ തീർത്ഥാടന കേന്ദ്രത്തെ തന്നെ തകർക്കാനുള്ളൊരു നീക്കമാണോ അതിൻ്റെ പിന്നിൽ നടക്കുന്നത്? ആർക്കാ സംശയം? ഇത് ഇപ്പോൾ ഈ കൊള്ള മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ജനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ കൊള്ളകൾക്കിടയിലും വരുന്ന 8 ദിവസത്തിനുള്ളിൽ അവിടെ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. കോടി വരുന്ന അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്രതം നോക്കുന്ന കാലമാണ് ഈ കാലം. ആ സമയത്ത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വരികയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശക്തിപ്പെടുകയും ആ വിവാദങ്ങളും അറസ്റ്റും കാര്യങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് അവിടെ ശുചിമുറികളില്ല, അതോടൊപ്പം തന്നെ ശുചിത്വമില്ല, നല്ല ഭക്ഷണ സാധനങ്ങൾ പോലും ലഭ്യമല്ല, പ്രസാദം പോലും ശുദ്ധമല്ല എന്നുള്ള അവസ്ഥ വരുന്നു. കോടിക്കണക്കിന് രൂപയുടെ അരവണ ഉൾപ്പെടെയുള്ളത് കൊണ്ട് കുഴിച്ചു മൂടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ ആചാരങ്ങൾ ധ്വംസിക്കപ്പെടുന്നു. കള്ളന്മാരും കൊള്ളക്കാരന്മാരും ഒക്കെ ഇടനിലക്കാരായിട്ട് ശബരിമല വാഴുന്ന അതിഭീകരമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇതൊന്നും തന്നെ ശുദ്ധീകരിക്കാൻ, അതിനൊക്കെ പരിഹാരം കാണാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല. ദേവസ്വം ബോർഡ് സമ്പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു. ദേവസ്വം ബോർഡ് ഈ അഴിമതിയും ആരോപണത്തിനും വിധേയമായിരിക്കുന്ന ദേവസ്വം ബോർഡിനെ 1 വർഷം കൂടെ നീട്ടിക്കൊടുത്തിരിക്കുന്നു. അത് രാഷ്ട്രീയ താല്പര്യമാണ്. കാരണം ഈ അഴിമതി ഭരണം ഇരുന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ അന്വേഷണത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ ഭക്തിയല്ല വിഷയം, അതോടൊപ്പം തന്നെ അവിടുത്തെ അയ്യപ്പനല്ല വിഷയം, അവിടുത്തെ ആചാരങ്ങളല്ല വിഷയം, ഭക്തജനങ്ങളല്ല വിഷയം. ഇവരുടെ കൊള്ള മൂടി വയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് സർക്കാരിന് പ്രയോറിറ്റി. അതാണ് അവിടുത്തെ ഭക്തരുടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുന്നതിൽ ഈ സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ചെയ്യാനും അവർ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയും ശബരിമല തകർന്നു കാണണമെന്നാഗ്രഹിക്കുന്ന സാംസ്കാരിക വിരുദ്ധന്മാരായിട്ടുള്ള, മതവെറിയന്മാരായിട്ടുള്ള, വിഗ്രഹഭഞ്ജകന്മാരായിട്ടുള്ള ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ അവസാന ശ്രമമായിരിക്കും ഇത് എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസമായിട്ടുള്ളത്. ശബരീശ്വരനെ തൊട്ട് കളിച്ചാൽ രക്ഷപ്പെടില്ല എന്നുള്ളത് സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ഈ കേരളത്തിൽ ഉടൻ തന്നെ അത് സാക്ഷാത്കരിക്കപ്പെടും. ഇടതുപക്ഷ സർക്കാർ നശിക്കാൻ പോകുന്നത് ശബരീശ്വരൻ്റെയും ഭക്തന്മാരുടെയും ശാപം കൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല. അതുതന്നെയാണ് ഈ വരുന്ന മണ്ഡലകാലത്തും അവഗണന തുടരുമ്പോൾ അത് ശബരിമലയെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമാണെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അത് CPM-ൻ്റെയും ഈ രാഷ്ട്രീയ ലക്ഷ്യം വെക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ അന്ത്യത്തിന് കാരണമാകുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്.